വെൽക്കം ടു മൈ ചാനൽ. ഈ കാണുന്നത് ഹൈദരാബാദിലെ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ്. ഹുസൈൻ സാഗർ ലേക്കിന് സമീപത്തായിട്ടാണ് ഈ പുതിയ ബിൽഡിംഗ് ഉള്ളത്. 2014 തെലങ്കാന സ്റ്റേറ്റ് രൂപീകരിച്ചു. അതിനുശേഷം 2022 സെപ്റ്റംബർ 15 ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഈ സെക്രട്ടേറിയറ്റിന് സമീപത്തായിട്ട് 12.5 അടി ഉയരമുള്ള ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന് പേര് നൽകിയിരിക്കുന്നതും ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നാണ്. ആയിരത്തി 1969 പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനുള്ള പ്രക്ഷോഭത്തിൽ മരിച്ച 369 വിദ്യാർത്ഥികൾക്ക് സ്മാരകമായിട്ട് ഇതിന് തൊട്ടടുത്ത് ഹുസൈൻ സാഗർ ലേക്കിനോട് ചേർന്ന് തെലങ്കാന അമര ജ്യോതി അല്ലെങ്കിൽ അമരവീരലു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് അമരവീരലു സ്തൂപം. തെലങ്കാന രക്തസാക്ഷി മണ്ഡപം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ വർഷവും ജൂൺ 2 തെലങ്കാന രക്തസാക്ഷി സ്മാരക ദിനമായിട്ട് ആചരിക്കുന്നു. ഏറ്റവും വലിയ തടസ്സമില്ലാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ സ്മാരകമാണ്. കൂടാതെ ചിക്കാഗോയിലെ ക്ലൗഡ് ഗേറ്റിനേക്കാളും 5 ഇരട്ടി വലിപ്പം ഈ സ്മാരകത്തിന് ഉണ്ട്. ധാരാളം ആൾക്കാരാണ് ഈ ഹുസൈൻ സാഗറിലേക്ക് കാണാൻ എത്തുന്ന കൂട്ടത്തിൽ ഇവിടെയും എത്താറുള്ളത്. തെലങ്കാന സ്റ്റേറ്റിൻ്റെ സ്വന്തമായിട്ട് തെലങ്കാന സ്റ്റേറ്റ് രൂപീകരിക്കണം എന്നുള്ള ഒരു പ്രക്ഷോഭത്തിന് ഇടയിൽ 369 വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ചിരുന്നു സർക്കാരിൻ്റെ. അതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡിൽ നിന്ന് നോക്കിയാൽ എവിടെ നിന്ന് നോക്കിയാലും ഇത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിലെ കടന്നു പോകുന്ന റോഡുകളെയും നടന്നു പോകുന്ന ആൾക്കാരുടെയും വാഹനങ്ങളെയൊക്കെ ചിത്രങ്ങൾ ഇതിനകത്ത് പ്രതിഫലിക്കുന്ന കണ്ണാടി പോലെ പ്രതിഫലിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഹൈദരാബാദിൽ എത്തുമ്പോൾ ഈ ചരിത്ര സ്മാരകവും കാണാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.